ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അതായത് നല്ല എൻഗൾഫ് ചെയ്തിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ഇപ്പം ഫ്രൈഡേ നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരുന്നു. ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് വന്നപ്പോൾ അത് കംപ്ലീറ്റ് എൻഗൾഫ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ഫോർമേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു ഡൗൺ ട്രെൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൽ നമുക്ക് ഒന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നൊന്ന് ബൗൺസായി ഒരു മാർക്കറ്റ് ഒന്ന് പോസായി എന്ന് വേണം നമുക്ക് കരുതാൻ. നല്ല ഒരു നാളെ ഒരു ലോങ് കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നാളെ ഇപ്പോൾ എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അപ്പം ഈ ഒരു റേഞ്ചിന് ഇന്നത്തെ ക്യാൻഡിലിന് മുകളിലായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ലോങ്ങും, അതല്ല ഈ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ലോങ്ങും, അതല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അടുത്തൊരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ബാർ ആയിട്ട് വരാനുള്ള ചാൻസ്. അപ്പം ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് നമുക്ക് നാളെ മെയിനായിട്ട് വരിക. അപ്പം അത് ഒരു 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുക്കുമ്പം നമുക്കറിയാം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു ഡബിൾ ബോട്ടം, ഈ ഒരു ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതേ സെയിം പോയിന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. അപ്പോൾ ആ ഒരു സെയിം ലെവൽ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ആ ഒരു സപ്പോർട്ട് സോണിൽ നിന്നാണ് ഇന്ന് മാർക്കറ്റ് നേരെ ബൈയിങ് പ്രഷർ വന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടും ഇന്നിപ്പം മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,600 നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 24,600 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഉണ്ട്. ഇപ്പം ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു മെയിൻ റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു ലെവലിൽ നമുക്കൊരു അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒ എ നോക്കുകയാണെങ്കിൽ 24,600 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ 25,000 നല്ല കോൾ റൈറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇപ്പോൾ പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ 24,000 ആണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ 20 മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് അടുത്ത നല്ല റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു 25,000 ആണ്. അപ്പോൾ 25,000 എന്നുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ വരുന്നത് 24,400 അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് ഇപ്പോൾ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 24,400 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയനെ വാച്ച് ചെയ്യുക ഇൻ കേസ് മാർക്കറ്റ് ഡൗൺ അടിക്കുകയാണെങ്കിൽ. ഞാൻ ഇത് മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. അപ്പം നാളത്തെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം ഒരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പണായി ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ലോങ് പോകാനുള്ള ചാൻസാണ് കൂടുതലും. അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണായി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലും നല്ല ഒരു ലോങ് തന്നെ നമുക്ക് കിട്ടും. അതല്ല ഈ ഒരു ലെവലിൽ ഒരു ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണെങ്കിൽ പോലും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു ലെവൽ വരെ എന്ന് പറയുന്നതും നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരു ലോങ് തന്നെ നോക്കാൻ പറ്റുന്ന ലെവൽസ് തന്നെയാണ്. ഇൻ കേസ് ഈ ഒരു 24,400 അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അതൊരു ബെയറിഷിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഷോർട്ട് നോക്കുന്നതിനേക്കാളും ഇവിടെ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഷോർട്ട് നോക്കാം. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ല ഒരു ലോങ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിന് താഴേക്ക് മാർക്കറ്റ് പോയാൽ വീണ്ടും അതൊരു ബെയറിഷിലേക്ക് തന്നെ പോയി എന്ന് വേണം കരുതാൻ. അപ്പോൾ റേഞ്ചിന് മുകളിലേക്കോ ഈ ഒരു റേഞ്ചിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 24,600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തൊരു ലെവലിലേക്ക് മാർക്കറ്റ് ലോങ് പോകും. ഇത് ഈവൻ ഞാൻ പറഞ്ഞു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്നെങ്കിലും സപ്പോർട്ട് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെങ്കിലും ലോങ് തന്നെ ആയിരിക്കും നമുക്ക് നല്ല എൻട്രീസ് കിട്ടുക. ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലാണ് മാർക്കറ്റ് വീണ്ടും ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്ക് വീണ്ടും ഒരു ബെയറിഷിലേക്ക് എന്ന് നമുക്ക് കരുതാൻ കഴിയുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പം നാളെയൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം ഇപ്പം ബുള്ളിഷായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഡൗൺ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പുൾ ബാക്ക് ആയിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഒരു മൂവിനെ കാണാൻ. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ, ഒരു പുൾ ബാക്ക് തന്നെ നമുക്ക് നാളെയും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലെവൽസ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഇന്നത്തെ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ഫ്രൈഡേയിലെ നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇന്നത്തെ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ലെവലിന് പുറത്താണെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ ഒരു ലെവലിന് പുറത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് സെറ്റപ്പ് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ നല്ല റേഞ്ചുള്ള ഒരു ക്യാൻഡിലാണ്. അപ്പം ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോം ആവാനുള്ള ചാൻസും ഉണ്ട്. ഡൗൺ അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഷോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഇത്രയും ദിവസം നല്ല ഡൗൺ അടിച്ചുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന്, ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് നന്നായിട്ട് ബൗൺസ് ചെയ്ത് ഇന്ന് നന്നായിട്ട് റെസിസ്റ്റൻസ്, ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് ഈ 55,600 റേഞ്ച് ആണ് ഒരു അടുത്തൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു റേഞ്ച് 55,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ അപ്സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റും. അപ്പം നമുക്കതൊരു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റയും ഞാനൊന്ന് കാണിച്ചു തരാം. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഇപ്പോൾ വന്നിരിക്കുന്നത് 56,000-ലും, പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 55,000-ലുമാണ്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് 55,500-ലാണ് കോൾ റേറ്റിംഗ് ആണെങ്കിലും പുട്ട് റേറ്റിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത്. ഇനിയിപ്പം OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം മോർണിംഗിലൊക്കെ നോക്കുകയാണെങ്കിൽ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ 55,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പുട്ട് റേറ്റിംഗും, അതുപോലെ തന്നെ ഇപ്പോൾ കോൾ റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 55,300-ലൊക്കെ ഇപ്പം കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 55,200-ലൊക്കെ നല്ല കോൾ റേറ്റിംഗ് ഉണ്ടായിരുന്നു, 55,000-ൽ നല്ല പുട്ട് റേറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഈ ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ല കോളെല്ലാം അൺവൈൻഡ് ചെയ്യുന്നതുകൊണ്ട് പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നല്ല ഒരു ഷോർട്ട് കവറിങ് ഇന്ന് നമുക്ക് ആഫ്റ്റർനൂണ് കിട്ടി. അങ്ങനെയാണ് ഇന്ന് ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ്. ഇന്നത്തെ ഒരു ക്ലോസ് വന്നിരിക്കുന്ന ഒരു ലെവല് ഒരു അറൗണ്ട് നമുക്കൊരു 65,500 65,600 എന്നുള്ള ഈ ഒരു സോണിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കാണെങ്കിൽ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ലെവല് വരുന്നത് ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 55,900 ആണ് പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്. 900 ആണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഇനി 900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 56,000-ൽ നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റേറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം അത് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ 5600 എന്ന് പറയുന്നതും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സോണ്. ഇപ്പം ചാർട്ട് നോക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ 56-ൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കോൾ റേറ്റിംഗ് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു 56 മാക്സിമം ഒരു 56,100 അവിടുന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് ഒരു നിന്ന് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 55-200 റേഞ്ചും അതുപോലെ തന്നെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലെവൽസ്. ഇപ്പം നാളെ ഇപ്പം ഞാൻ ഡേ ക്യാൻഡിൽ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നാളെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഈ ഒരു ലെവലിന് മുകളിലാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണായി ഒന്ന് ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ലോങ് മൂവ് നമുക്ക് നാളെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഈ ഒരു ലെവലിൽ ഓപ്പണായി മാർക്കറ്റ് ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോങ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് നല്ല ലോങ് കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലും. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫർദർ മൂവ് നമുക്ക് കിട്ടുള്ളൂ. അതല്ല താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ പോലും ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 55-200 മുകളിൽ നിന്നാലാണ് ആ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു 55-200 താഴെ പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക്, അല്ലെങ്കിൽ കാരണം ഈ ഒരു ഏരിയയിൽ നല്ല സെല്ലിംഗ് പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് വീണ്ടും എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലിനെങ്കിലും സപ്പോർട്ട് ബയേഴ്സ് അതിന് കൺട്രോൾ എടുത്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു മൂവ് ലോങ് കിട്ടുള്ളൂ. അതല്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലോങ് നോക്കണമെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലോങ് നോക്കാം. അതല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക് തന്നെ പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പം നാളത്തെ ഒരു പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത് നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനൊരു കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം നാളെ ഓപ്പൺ ആവുന്നത് എവിടെ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്താലും അല്ലെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഈ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ ഒരു റേഞ്ചിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഈ ഒരു റേഞ്ചിൽ നിന്നെങ്കിലും സപ്പോർട്ട് എടുത്താലും നമുക്ക് ലോങ് നമുക്ക് നോക്കാൻ പറ്റും. പറയുന്നത് ഓരോ പോസിബിൾ കണ്ടീഷൻസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എവിടെ എന്നുള്ളത് അത് നാളത്തെ രാവിലത്തെ ന്യൂസിനെയോ അല്ലെങ്കിൽ ഓപ്പണിംഗ് US മാർക്കറ്റിനെ ബേസ് ചെയ്തോ അങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ഓപ്പൺ എവിടെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പം അതിപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് അത് എവിടെ ഓപ്പൺ ആവുക എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഉള്ള മൂന്ന് ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഈ മൂന്ന് ഏരിയയിലും ഓപ്പൺ ആയാൽ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയൊക്കെ മൂവ് ആവാം എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. അപ്പം നിങ്ങൾ ഒരു ഓവറോൾ വ്യൂ ആണ് എനിക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ ഈ ഒരു ലെവലിന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഇത് ലോങ് പോകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ആയാലും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ലോങ് പോകുമെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നാളെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും.